നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഖത്താർ കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷന് കീഴിൽ എല്ലാ വർഷവും നടക്കുന്ന ഹലാൽ ഖത്തർ ഫെസ്റ്റിവലിന്റെ 12ാമത് പതിപ്പിന് ഖത്താറയിൽ തുടക്കമായി. ഫെബ്രുവരി 26 വരെ തുടരുന്ന ഫെസ്റ്റിവലിൽ അറബ് ചെമ്മരിയാട്, ആട്, സിറിയൻ ചെമ്മരിയാടുകൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി നടക്കുന്ന അൽ മസാഇൻ പരിപാടിയാണ് പ്രധാന സവിശേഷത. വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുള്ള വിവിധ പവലിയനുകളും ശില്പശാലകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. ഖത്തറിലെയും GCCയിലെയും കന്നുകാലികളെ വളർത്തുന്നവർക്കായി ഫെസ്റ്റിവൽ അതിന്റെ നിലവാരം ഉയർത്തിയതായി സംഘാടക സമിതി ചെയർമാൻ സൽമാൻ അൽ നുഐമി പറഞ്ഞു. കടത്തുവള്ളങ്ങൾ, വിനോദ മത്സ്യബന്ധനം, സമുദ്ര കായിക വിനോദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പുതിയ ആധുനീകരണ പദ്ധതികൾക്ക് കീഴിൽ ബഹ്റൈനിലെ ബോട്ട് ജെട്ടികളെ ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നിർദ്ദേശം. ബോട്ട് ജെട്ടികൾ വികസിപ്പിക്കുന്നതിലൂടെ നിക്ഷേപ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച കൗൺസിലർ മുഹമ്മദ് അൽ ദോസരിയുടെ നിർദ്ദേശം നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ ഐക്യകണ്ഠ്യേന അംഗീകരിച്ചു. ഫെറികൾ, റെസ്റ്റോറന്റുകൾ, അക്വാ തീം പാർക്കുകൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഭക്ഷണപാനീയങ്ങളുടെ രാജ്യാന്തര സമ്മേളനത്തിന് കൊടിയേറി. പരമ്പരാഗത വിഭവങ്ങൾ മുതൽ ഭാവിയുടെ രുചിക്കൂട്ടുകൾ വരെ അണിനിരക്കുന്ന അപൂർവ സംഗമമാണിത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള രുചികളുടെ നീണ്ട നിരയാണ് ഗൾഫ് ഫുഡിന്റെ പ്രത്യേകത. 127 രാജ്യങ്ങൾക്ക് മേളയിൽ സ്റ്റാളുകളുണ്ട്. അർമീനിയ, അസർബൈജാൻ, വെനസ്വേല എന്നീ രാജ്യങ്ങൾ മേളയിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. $1200 കോടി ബിസിനസ്സാണ് ഇവിടെ നടക്കുക. നഗരത്തിലെ ഹോട്ടലുകളെല്ലാം സന്ദർശകരാൽ നിറഞ്ഞിട്ടുണ്ട്. 140-ലേറെ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സന്ദർശകരായി എത്തിയിട്ടുണ്ട്. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ്@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE, ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.